السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. اللهم أعطنا الإخلاص وازدد إيماننا يا رب العالمين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا أنتم مسلمون. സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി നമുക്ക് വാരിക്കോരി നൽകുന്ന മഗ്ഫിറത്തിനും മർഹമത്തിനൊക്കെ കാരണമാകുന്ന നിദാനമാകുന്ന മഹനീയമായ സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ഈ ഒരു ഇരുത്തം സ്വീകരിക്കുമാറാകട്ടെ. ഇതേപോലെ ഒരുമിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊടുങ്കാറ്റിന്റെ വേഗതയിൽ സിറാത്ത് പാലം കടന്നു പോകുന്ന ചിലരുണ്ടെന്ന് ആദരണീയനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ മഹനീയ ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു വൈകിയ വേളയിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി അധ്വാനം കഴിഞ്ഞതിന് ശേഷം ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്ന സുഹൃത്തുക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, റമദാൻ കടന്നു വരികയാണ്. ബഹുമാന്യനായ ഉസ്താദ് നമ്മളോട് സൂചിപ്പിച്ചതുപോലെ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങാറുണ്ട്. നമ്മുടെ ഏത് ജീവിത സാഹചര്യമാണെങ്കിലും ഹറാമുകളെ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. നമ്മുടെ നാവിനെ നമ്മൾ വിലക്കിടാറുണ്ട്. നമ്മുടെ കണ്ണിന് നമ്മളൊരു കൺട്രോള് വരുത്താറുണ്ട്. ഒരു വസ്തുതയാണ്. സാധാരണ ഓതുന്നതിനേക്കാളും ഒരു പേജെങ്കിലും അധികം ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. തീരെ ഓതാത്തവൻ പോലും ഖുർആനൊന്ന് ഓതി അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ റമദാൻ കഴിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ റമദാനിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം എന്ത് നേടി എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു പുതിയൊരു സ്വഭാവം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാസങ്ങളുടെ നേതാവായി കൊണ്ട് പഠിപ്പിച്ച റമദാൻ മാസം കടന്നുപോയപ്പോ എൻ്റെ ജീവിതം ഒന്ന് സംശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, വിശുദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്,
റസൂലിന്റെ ഇന്നാലിന്ന സ്വഭാവം എന്നിലേക്ക് പകർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാനാവുമോ എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പലതും നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഈമാനിക സാഹചര്യം എല്ലാവർക്കും കിട്ടാറുണ്ട്. നാട്ടിലായിക്കോട്ടെ, ഗൾഫിലായിക്കോട്ടെ, എവിടെയായാലും റമദാനായ നമ്മളൊന്ന് സ്വയം ബോധവാന്മാരാവാറുണ്ട്. പക്ഷേ ആ റമദാനിൽ നമ്മളൊന്ന് ചൂഷണം ചെയ്യണം, ഒന്ന് മുതലെടുക്കണം. ആ റമദാനിൽ നമുക്ക് കിട്ടുന്ന ഈമാനിനെ നമ്മളൊന്ന് ചൂഷണം ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് മുതലെടുക്കണം എന്ന് ചിലർ പറയാറുണ്ട്. അഥവാ ആ മാസം കൊണ്ട് നമ്മൾ ചിലതൊക്കെ നേടിയെടുത്തേ മതിയാവുള്ളൂ. ചിലത് നമ്മൾ വാശിപൂർവം അള്ളാഹുവിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണയുടെ ഭാഗമായിക്കൊണ്ട് ചില സ്വഭാവ ഗുണങ്ങൾ നമ്മൾ നേടിയെടുത്തേ മതിയാവുള്ളൂ എന്നുള്ളതാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്നൽ യൂസുഫ് നബി അലൈഹിസ്സലാം എന്നുള്ളത് ഇന്നൽ കരീമാണ്, ആദരണീയനാണ് യൂസുഫ്. ഇബ്നുൽ കരീം, ആദരണീയന്റെ മകനാണ്. ഇബ്നുൽ കരീം, ആദരണീയന്റെ മകന്റെ മകനാണ് യൂസുഫ് അലൈഹിസ്സലാം എന്ന് ലോക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. റസൂലിന്റെ വാചകം നമ്മൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട വർത്തമാനമാണ്. റസൂലുള്ള പറയാണ്, യൂസുഫ് മാന്യനാണ്, യൂസുഫ് മാന്യന്റെ മകനാണ്, യൂസുഫിന്റെ വല്യാപ്പയും മാന്യനാണ്, ആ കുടുംബം മുഴുവനും ആദരണീയരാണ്, മാന്യന്മാരാണ്. അങ്ങനെയുള്ള ആദരണീയനായ ഒരു വ്യക്തിയുടെ മകന്റെ മകനായിക്കൊണ്ടാണ് ആദരണീയനായ യൂസുഫ് ജനിച്ചത് എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ മാന്യത എന്നുള്ളത്, ആദരവ് എന്നുള്ളത്, കറം എന്നുള്ളത് കുടുംബത്തിൽ നിന്നാണ് ഒരു വ്യക്തിക്ക് ആദ്യമായി കിട്ടുക എന്ന ഉദാത്തമായ ഗുണപാഠം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിശേഷിപ്പിച്ചതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും നല്ല ഗുണമായിരുന്നു അൽ ഹയാഉ. മഹാനായ പിതാവ് യാക്കൂബ് അലൈഹിസ്സലാമിൽ നിന്നും അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൽ നിന്നും മഹാനായ യൂസുഫ് നബിക്ക് കിട്ടിയ ഏറ്റവും സുന്ദരമായ സ്വഭാവമായിരുന്നു അൽ ഹയാഉ, ലജ്ജ എന്നുള്ളത്. ഒരു മുസ്ലിമിന്റെ അലങ്കാരമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അതിമഹനീയമായ സ്വഭാവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖുൻ, എല്ലാ മതക്കാർക്കും എല്ലാ ആശയക്കാർക്കും പ്രത്യേകമായ സ്വഭാവ ഗുണങ്ങളുണ്ട്, അവർക്ക് ചില പ്രത്യേകതയുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഖുലുഖ്, ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൽ ഹയാഉ, ഇസ്ലാമിന്റെ അലങ്കാരം, ഇസ്ലാമിന്റെ പ്രയോഗം എന്നുള്ളത്, ഇസ്ലാമിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം എന്നുള്ളത് അൽ ഹയാഉ, ലജ്ജയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് റസൂലുള്ള പറയുന്നുണ്ട്, അല്ലാഹ് പോലും ലജ്ജിക്കാറുണ്ട് എന്നുള്ളതാണ്. അള്ളാന്റെ പോലും സിഫത്താണ്, വിശേഷണമാണ് ലജ്ജ എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈ നീട്ടിക്കഴിഞ്ഞാൽ അതിന് ഒന്നും നൽകാതെ തിരിച്ചു മടക്കുക എന്നുള്ളതിൽ അല്ലാഹ് പോലും ലജ്ജിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. റസൂലുള്ള മറ്റൊരിക്കൽ പറയുകയാണ്, മലക്കുകളും ലജ്ജിക്കാറുണ്ട് എന്നുള്ളത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന ഹദീസിൽ കാണാം, മലക്കുകൾ പോലും ഉസ്മാനെ ആലോചിച്ച് ലജ്ജിക്കാറുണ്ടെന്ന് പറയുമ്പോൾ മലക്കുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും എല്ലാമുള്ള ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണമാണ്, വിശേഷണമാണ് ലജ്ജ എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം ലജ്ജ എന്ന മഹാസിഫത്തിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ഹദീസിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും മോശമായി കേട്ട് കഴിഞ്ഞാൽ ഇദാ ബലഗഹു അനിർ റജുൽ, റസൂലുള്ള ആരെങ്കിലെ കുറിച്ചും മോശമായോ അല്ലെങ്കിൽ നെഗറ്റീവായോ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ലം യഖുൽ മാ ബാലു ഫുലാനിൻ, ഇന്നാലിന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണ് എന്ന് റസൂലുള്ള പറയുമായിരുന്നില്ല. ബൽ റസൂലുള്ള പറയുമായിരുന്നു, മാ ബാലു അഖ്വാം, അക്കൂട്ടരുടെ അവസ്ഥ എന്താണ്, അക്കൂട്ടരായ ആളുകൾ, ആ ടീമിന്റെ അവസ്ഥ എന്താണ് എന്നായിരുന്നു റസൂലുള്ള നാവ് സംസാരത്തിൽ പോലും ശ്രദ്ധിച്ചിരുന്ന വസ്തുത എന്നുള്ളത്. റസൂലുള്ള വ്യക്തിയെ കുറ്റപ്പെടുത്താൻ മടിച്ചിട്ട് അതിനോടുള്ള ലജ്ജ മൂലം ആ വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാതെ
അവരുടെ അവസ്ഥ എന്ന് ബഹുവചന രൂപത്തിൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നത് പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജ അതിനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ, ലജ്ജ എന്നുള്ളത് റസൂലുള്ള ജീവിതത്തിൽ കൊണ്ടു നടന്ന ഏറ്റവും സുന്ദരമായ സ്വഭാവമായി കൊണ്ട് നമ്മൾ കാണേണ്ടതുണ്ട്. മഹാന്മാരായ താബിഈങ്ങളുടെ ചരിത്രത്തിൽ കാണാം, അൽഖമാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരുപാട് താബിഈങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രമുഖനാണ് അസ്വദ് ബിൻ യസീദ്. അസ്വദ് ബിൻ യസീദിന്റെ സദസ്സിലേക്ക് ഞാൻ ചെന്നപ്പോൾ അസ്വദ് ബിൻ യസീദ് കരഞ്ഞുപോയി എന്നുള്ളതാണ്. ആ സമയത്ത് അൽഖമാ റഹിമഹുല്ലാഹ് ചോദിക്കുകയാണ്, എന്താണ് അസ്വദ് നിങ്ങളെ കരയിപ്പിച്ചത്, എന്ത് വിഷയമാണ് നിങ്ങളെ കരയിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അസ്വദ് പറയുകയാണ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹുവേ എനിക്ക് പുറത്തു നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്റെ ഹയാ, എന്റെ ലജ്ജ എന്നെ തടയിടുമായിരുന്നു എന്നുള്ളതാണ്. അസ്വദ് ബിൻ യസീദ് മഹാനായ പണ്ഡിതനാണ്, മഹാനായ ആബിദാണ്. അങ്ങേയറ്റം അള്ളാഹുവിനെ ആരാധിച്ച് ജീവിച്ച് ജീവിതത്തിൽ കൃത്യമായ സൂക്ഷ്മത വശങ്ങൾ സ്വീകരിച്ചു സൂക്ഷിച്ചുകൊണ്ടിരുന്ന അസ്വദ് ബിൻ യസീദ് അദ്ദേഹം അൽഖമയോട് പറയുകയാണ്, ഞാൻ അള്ളാഹിനോട് അള്ളാഹുവെ എനിക്ക് ഇന്നാലിന്ന പാകപ്പിഴവുകൾ പറ്റിയിട്ടുണ്ട്, എനിക്കൊന്ന് പുറത്തു നൽകണേ അള്ളാ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ എന്റെ മനസ്സ് വെമ്പൽ കൊണ്ടാൽ എനിക്ക് കരച്ചിൽ വരും, എനിക്ക് ലജ്ജ വരുമെന്നുള്ളതാണ്. കാരണം ബിമാ സ്വനഅ്തു, ഞാൻ ചെയ്തു കൂട്ടിയത് ആലോചിക്കുമ്പോൾ അള്ളാഹിനോട് മഗ്ഫിറത്തിനെ തേടാൻ പോലും എനിക്ക് ലജ്ജ തോന്നുന്നു അൽഖമ എന്ന് പറഞ്ഞ മഹാനായ അസ്വദ് ബിൻ യസീദ് ആണ് നമ്മുടെ മുൻഗാമി. സുഹൃത്തുക്കൾ, നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. അസ്വദ് ബിൻ യസീദ് എന്ന മഹാപണ്ഡിതൻ അദ്ദേഹം അള്ളാഹുവിനോട് എനിക്കൊന്ന് പുറത്തു തരണ പഠിച്ചോനെ എന്ന് ചോദിക്കാൻ പോലും അദ്ദേഹത്തിന് ലജ്ജ തോന്നിയത് എന്താ കാരണം? അദ്ദേഹം കാര്യമായിട്ട് വലിയ തെറ്റും ചെയ്തിട്ടല്ല, എന്നാലും ചെറിയ ചെറിയ പുഴുക്കുത്തുകൾ കാരണത്താൽ അദ്ദേഹം പറയാ, അള്ളാഹിനോട് എനിക്ക് ചോദിക്കാൻ പേടിയാണ്, മടിയാണ്. കാരണം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയില്ലേ, ഞാൻ ഇന്നാലിന്ന തെറ്റ് അള്ളാഹിനോട് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു പോയില്ലേ, പിന്നെ എനിക്ക് എന്ത് അർഹതയാണ് പടച്ചവനോട് മഗ്ഫിറത്തിനെ ചോദിക്കാൻ എന്ന ലജ്ജ അസ്വദ് ബിൻ യസീദിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഈ ചരിത്രം കേൾക്കുന്ന നമ്മൾ എന്ത് ലജ്ജയാണ് നമുക്കുള്ളത് എന്ന് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. ലജ്ജ എന്നുള്ളത് സർവ്വ തിന്മയിൽ നിന്നും നമ്മളെ തടയുന്നതാണ്. നമ്മുടെ നാവിന് കൺട്രോൾ നൽകുന്ന, നമ്മുടെ കണ്ണിന് കൺട്രോൾ നൽകുന്ന, നമ്മുടെ ചെവിക്ക് കൺട്രോൾ നൽകുന്ന മഹാവിശേഷണമാണ് ഈ ലജ്ജ എന്നുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ ലം തസ്തഹി, മനുഷ്യ നിനക്ക് ഉളുപ്പില്ലെങ്കിൽ, നിനക്ക് ലജ്ജയില്ലെങ്കിൽ, ഫസ്ന മാ ശിഅത, നീ തോന്നിയത് ചെയ്തോ മനുഷ്യ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനുഷ്യനെ നാണിപ്പിക്കുന്ന തരത്തിൽ മനുഷ്യവർഗം മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ മനുഷ്യവർഗം പരിണമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലജ്ജ എന്ന വിശേഷണം കളഞ്ഞുപോയി എന്നുള്ളത് കൊണ്ടാണ്. ആർക്കും എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. എന്തഭിപ്രായവും പറയാം, എന്തഭിപ്രായവും സ്വീകരിക്കാം, ഏത് കോലത്തിലും നടക്കാം, എന്തും ചിന്തിക്കാം, എന്തും വിളിച്ചു പറയാം. ലജ്ജയില്ല എന്നുള്ളത് ഏക ഉദാഹരണമാണ് ഈ ഉമ്മത്ത് എന്നുള്ളത്. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു പ്രസിദ്ധമായ ചരിത്രമുണ്ട്. ആരാണ് ആയിഷ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം ഇഷ്ടമായിരുന്ന, റസൂലിന് അങ്ങേയറ്റം ഇഷ്ടമായിരുന്ന, റസൂലിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന റസൂലിന്റെ പ്രിയപത്നിയായിരുന്നു ആയിഷ. ആയിഷയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ആയിഷ നീ പരലോകത്തും സ്വർഗത്തിലും എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് മരണം പോലും നിസാരമാണ് ആയിഷ എന്ന് പറഞ്ഞ റസൂലുള്ള അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ. ഒരു സ്വഹാബി വന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, റസൂലെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ് റസൂലെ? ആയിഷ ബിൻത് അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെ മകളായ ആയിഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാനെ റസൂലിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ ആയിഷ ബീവി റസൂലിന്റെ മറ്റൊരു ഭാര്യയോടുള്ള ചെറിയൊരു കുശുമ്പ് കാരണത്താൽ ആയിഷ ബീവി ഒരു കുസൃതി ചെയ്തപ്പോൾ റസൂലുള്ള ഒരു വഴക്ക് പോലും പറയാതെ ആയിഷ ചെയ്ത തെറ്റിനെ റസൂലുള്ള ഏറ്റെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആയിഷ ബീവിയെ കുറിച്ച്, ആയിഷ ബീവിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്റ്റുഡന്റ് കൂടിയായിരുന്നു ആയിഷ ബീവി. ആയിഷ ബീവി ഒരിക്കൽ ഒരു സ്വഹാബി വനിതയോട് പറയുന്നുണ്ട്, മയ്യത്ത് കട്ടിൽ, അന്നത്തെ മയ്യത്ത് കട്ടിൽ എന്നുള്ളത് ഈന്തപ്പനയുടെ ഓല കൊണ്ടുള്ള മയ്യത്ത് കട്ടിലായിരുന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു സഹപാഠിയോട് പറയുകയാണ്, ഈ ഈന്തപ്പന കട്ടിലിൽ എന്നെ കൊണ്ടുപോകുമ്പോ
ആ ഈന്തപ്പന ഓലയുടെ വിടവുകളിലൂടെ എന്നെ കാണൂലേ പ്രിയപ്പെട്ട കൂട്ടുകാരി, മറ്റുള്ളവർ എന്ന് ആയിഷ ബീവി തന്റെ കൂട്ടുകാരിയോട് ആവലാതി ബോധിപ്പിച്ചപ്പോ എന്താ വിഷയം? ഈന്തപ്പന ഓലയുടെ കട്ടിലിൽ കിടക്കുമ്പോ, ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്നെ മറ്റു പലരുമാണ് വഹിച്ചു കൊണ്ടുപോവുക. അത് ഈന്തപ്പന ഓലയിലാണ് വഹിച്ചു കൊണ്ടുപോവുക. ആ ഈന്തപ്പന ഓലയുടെ വിടവിലൂടെ എന്റെ ശരീരം മറക്കപ്പെട്ടതാണെങ്കിലും ഞാൻ മറ്റുള്ള ആളുകളുടെ കാഴ്ചയിൽ പെടൂലെ എന്ന് ആയിഷ ബീവി തന്റെ സഹചാരിയോട് പരാതി പറഞ്ഞപ്പോ ആ സഹചാരി പറയുന്നുണ്ട്, ഉമ്മു സലമ എന്ന് പേരുള്ള സഹചാരി പറയുകയാണ്, ഹബശക്കാര് ചെയ്യാറുള്ള ഒരു രീതിയുണ്ട്. ഹബശക്കാരുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം മയ്യത്ത് കട്ടിലുണ്ട്. അത് ഞാൻ ഉണ്ടാക്കി തരാം ആയിഷ, അതിലാവുമ്പോ ആരും നിന്നെ കാണൂല. അങ്ങനെയുള്ള ഒരു മയ്യത്ത് കട്ടിൽ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കി തരാമെന്ന് ആയിഷ ബീവിയോട് ഉമ്മു സലമ പറയുമ്പോ ആയിഷ ബീവിയുടെ ആലോചന പോയൊരു രീതി നമ്മൾ ആലോചിച്ചു നോക്കണം. മരിച്ചു പോയതിനു ശേഷം തന്റേതല്ലാത്ത ഒരു കുറ്റോട് പറഞ്ഞിട്ടില്ല. ശരീരം മുഴുവനും പൊതിഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ പോലും ആ വിടവുകളിലൂടെ ഞാൻ കാണപ്പെടുമല്ലോ ഉമ്മു സലമ, അതെന്നെ ലജ്ജിപ്പിക്കുന്നു ഉമ്മു സലമ എന്ന ലജ്ജയുടെ ഏറ്റവും ഉദാത്തമായ മാതൃക നമ്മുടെ ഉമ്മയായ ആയിഷ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ആ ആയിഷ ഉമ്മ എന്ന് വിളിക്കുന്ന നമ്മൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് നമ്മൾ വിളിക്കല്, ആ ആയിഷ ബീവിയെ ഉമ്മ എന്ന് വിളിക്കുന്ന നമ്മുടെ മുസ്ലിം സമൂഹം എവിടെ എത്തി നിൽക്കുന്നു? ശരീരം മുഴുവൻ മറക്കാൻ പോലും ലജ്ജിക്കുമ്പോ ആയിഷ ബീവി മരണശേഷവും എന്നെ മറ്റാരും കാണരുതെന്ന ലജ്ജയുടെ ഏറ്റവും ഉന്നതമായ ലെവലിലായിരുന്നു. ആയിഷ ബീവിന്റെ ഒക്കെ ചരിത്രം കേൾക്കുമ്പോ, ഈ ഒരു ചരിത്രം കേൾക്കുമ്പോ നമ്മുടെ മുസ്ലിം സഹോദരിമാർക്ക് ഓർമ്മ വരേണ്ടത് സ്വന്തം വസ്ത്രത്തെയാണ്. നമ്മൾക്ക് നമ്മളെ മറ്റൊരാൾക്ക് കാണിക്കുന്നതിൽ ലജ്ജയില്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. മറ്റൊരാൾക്ക് ഒരു അന്യ പുരുഷൻ എന്നെ കാണുമെന്ന ലജ്ജയില്ലാത്ത അത്രയും അവസ്ഥയിലേക്ക് ആയിഷ ഉമ്മയുടെ ഉമ്മത്തായ നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം ഒരു സ്ത്രീ ഇട്ട് കണ്ടാൽ പുരുഷന്മാർക്ക് ഒരു എടുങ്ങാറ് തോന്നും. പുരുഷന്മാര് പോലും മുസ്ലിം ഉമ്മത്ത് പോലും ചിന്തിച്ചു തുടങ്ങി, എന്തിനാ മുഴുവൻ വസ്ത്രം മുഴുവനായി പൊതിഞ്ഞു നടക്കുന്ന എന്തിനാ? അത് മുസ്ലിമീങ്ങളായ പുരുഷന്മാർക്ക് പോലും ഒരു ചൊറിച്ചിൽ, ഒരു എടുങ്ങാറുള്ള അത്രയും തരംതാന്നു പോയിട്ടുണ്ടെങ്കിൽ ആയിഷ ബീവിയുടെ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് സുഹൃത്തുക്കളെ. ആയിഷ ബീവി മരിച്ചതിന് ശേഷമുള്ള കാര്യത്തെ പറ്റി ആലോചിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ ആ ഈന്തപ്പനയുടെ ഓലയുടെ ഇടയിലൂടെ എന്നെ കാണുമെന്ന് ആ വേവലാതിയായിരുന്നു അവർക്ക്. ആയിഷ ബീവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ സ്ഥാനം എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ജീവിതം കണ്ടുപിടിച്ച നമ്മുടെ ഉമ്മ, ആ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. ഒന്ന് മുഖം മറച്ചൊരു സ്ത്രീയെ കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആണ് മനസ്സിൽ. റസൂലുള്ളാഹിയുടെ ഭാര്യയായ ആയിഷ ബീവി ഹിജാബിന്റെ ആയത്തിറങ്ങിയതിനു ശേഷം ഒരിക്കൽ പോലും മുഖം മറ്റൊരു അന്യ പുരുഷന് കാണിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ആയിഷ ബീവിയെ നമ്മൾ സ്നേഹിക്കാറുണ്ട്, നമ്മുടെ ഉമ്മ എന്ന അഭിമാന പുരസ്സരം പറയാറുണ്ട്. എന്നിട്ടും എന്റെ മുസ്ലിം ഉമ്മത്തെ നമുക്ക് മടി വന്നു ആയിഷ ഉമ്മയുടെ വസ്ത്രധാരണം സ്വീകരിക്കാൻ. എന്തുകൊണ്ട് ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് സാധിക്കുന്നില്ല സ്വന്തം ഭാര്യമാരോട് ആയിഷ ഉമ്മയെ പോലെ ലജ്ജിക്കണം നീ എന്ന് പറയാൻ? സ്വന്തം മകളോടും സ്വന്തം ഭാര്യയോടും പറയാൻ എന്തുകൊണ്ട് നമുക്കാവുന്നില്ല? നമ്മുടെ ലജ്ജ എവിടെ പോയി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഈമാനിന്റെ ഒരു ശാഖയാണ് ലജ്ജ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആ ഹയാ നമ്മളിൽ എവിടെ? നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ നമുക്ക് നൽകുന്ന പാഠമാണ്. മറ്റൊരിക്കൽ ആയിഷ ബീവിയുടെ മറ്റൊരു ചരിത്രത്തിൽ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് ആയിഷ ഉമ്മയുടെ വീട്ടിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറടക്കപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് തന്റെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തും ആയിഷ ബീവിയുടെ വീട്ടിൽ തന്നെയായിരുന്നു. റസൂലിന്റെ തൊട്ടുപ്പുറമായിരുന്നു, തൊട്ടടുത്തായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറടക്കപ്പെട്ടിട്ടുള്ളത്. ആയിഷ ബീവി പറയാണ്, എന്റെ ഉപ്പയും എന്റെ ഭർത്താവും മറമാടപ്പെട്ട വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഹിജാബൊന്നും സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ അതേ വീട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കൂടി കൊണ്ടുവെക്കപ്പെട്ടപ്പോ ഉമർ എന്നെ കാണില്ലെന്ന് ഉറപ്പുണ്ട് എനിക്ക്. പക്ഷേ ഉമർ എന്ന അന്യപുരുഷൻ ആ വീട്ടിലുണ്ട് എന്നത് എന്നെ നാണിപ്പിക്കുന്നു, എന്നെ ലജ്ജിപ്പിക്കുന്നു. അവരില്ലെങ്കിൽ പോലും അവരുടെ സാന്നിധ്യം എന്നിൽ ലജ്ജ ഉളവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
ശരീരം മുഴുവൻ മൂടി പുതച്ചുകൊണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ മയ്യത്ത് ആ വീട്ടിലേക്ക് കയറിയത് മുതൽ ആയിഷ റളിയല്ലാഹു അൻഹ പൂർണ്ണ ഹിജാബിലായിരുന്നു ആ വീട്ടിലേക്ക് പ്രവേശിച്ചിരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ്. ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുകയാണ്, ആ വീട്ടിലാണെങ്കിൽ പോലും മരിച്ചു കിടക്കുകയാണ്. റസൂലുള്ളാഹിനെയോ പരസ്പരം കാണൂല, ആയിഷ റളിയല്ലാഹു അൻഹയെ കാണൂല, ആയിഷ ബീവി പറയുന്നത് കേൾക്കൂല. എന്നിട്ട് പോലും അന്യ പുരുഷൻ ആ റൂമിലുണ്ട്, മയ്യത്താണെങ്കിൽ പോലും ആ റൂമിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഹിജാബ് സ്വീകരിച്ചിട്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചതിന് ശേഷം ആയിഷ ബീവി ആ വീട്ടിലേക്ക് കടന്നു ചെന്നത് എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ ലജ്ജയുടെ ഒരു മാതൃക നമ്മളിൽ എത്ര പേർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും വലിയ ഫിത്ന എന്നുള്ളത് വ്ളോഗിംഗ് ആണ്, ഫോണാണ്. ഈ ഒരു റമദാൻ മാസത്തിൽ നമുക്ക് ഒരു മാസമെങ്കിലും ഈ ഫോണിനോട് അകന്നു നിൽക്കാൻ പറ്റണം. മുസ്ലിം വീടുകളിൽ കപ്പിൾ വ്ളോഗേഴ്സ് എന്ന പേരിൽ മുസ്ലിം വീടുകളിൽ നടക്കുന്ന, തന്റെ ബെഡ്റൂമിൽ നടക്കുന്ന രഹസ്യങ്ങൾ പോലും, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്ന രഹസ്യങ്ങൾ പോലും ഒരു ലജ്ജയുമില്ലാതെ മറ്റ് അന്യ പുരുഷന്മാരും ലോകർ കണ്ട് രസിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിന്റെ ലജ്ജ തരം താഴ്ന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയെ നമ്മൾ എവിടെയാണ് നെഞ്ചേറ്റിയിട്ടുള്ള സുഹൃത്തുക്കളെ? ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. മുസ്ലിങ്ങൾക്ക് ലജ്ജയില്ലാതായിട്ടുണ്ട്, വായി തോന്നിയത് എന്തും പറയാണ്. യൂട്യൂബ് ഒരു ക്യാമറയും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ എന്നും വിളിച്ചു പറയുന്ന രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മാറിയിട്ടുണ്ടെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഒരു കന്യകയെക്കാളും നാണമായിരുന്നു, ലജ്ജയായിരുന്നു ലോക നേതാവായ റസൂലുള്ളാഹിക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്, റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് സംഭവിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തത് റസൂലുള്ള കണ്ടു കഴിഞ്ഞാൽ റസൂലുള്ളയുടെ മുഖത്തിൽ നിന്ന് അത് കാണാമായിരുന്നു എന്നുള്ളതാണ്. ലജ്ജ അവരൊക്കെ പലതിൽ നിന്നും തടഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആ ലജ്ജയിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. ആർക്കും എവിടെയും പോകാം എന്ന രീതിയിലേക്ക് നമ്മൾ മാറരുത്. അന്യപുരുഷ സ്ത്രീ ബന്ധങ്ങൾ അത് നമ്മൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോ, ഒരു കല്യാണം വരുമ്പോ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഇപ്പൊ മുസ്ലിം സ്ത്രീകളൊക്കെ ഓടുകയാണ്. എന്ത്, ഒരു സെലിബ്രിറ്റി വന്നു കഴിഞ്ഞാൽ അത് അന്യ പുരുഷനാണോ അല്ലേ ഒന്നും നോക്കാതെ അവരുടെ അടുത്ത് പോയി സെൽഫി എടുക്കാനും അവർക്ക് കൈ കൊടുക്കാനും. ഇപ്പൊ പല നാട്ടിലത്തെ പല ഉമ്മമാരും ഇലക്ഷന് വരുന്ന പല അന്യപുരുഷന്മാരായ സ്ഥാനാർത്ഥികളെ പോലും കെട്ടിപ്പിടിക്കുക. എന്താ നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ? ലജ്ജ പോയി എന്നുള്ളതാണ്. അന്യ സ്ത്രീ പുരുഷ ബന്ധം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൻ നൂറിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിയമം എവിടെ? നമ്മളൊക്കെ സ്വർഗത്തെ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് അർഹതയാ സുഹൃത്തുക്കളെ നമുക്ക് സ്വർഗം ആഗ്രഹിക്കാൻ? എന്തുണ്ട് നമ്മുടെ കൈകളിൽ? റസൂലുള്ള പറഞ്ഞ ലജ്ജ നമ്മൾ മാറ്റിവെച്ചു, ആയിഷ ഉമ്മ പറഞ്ഞ ലജ്ജ നമ്മൾ മാറ്റിവെച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കൊണ്ടു നടന്ന ലജ്ജ നമ്മൾ മാറ്റിവെച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ അലങ്കാരമായി കൊണ്ടു നടന്നിരുന്ന ലജ്ജയെ നമ്മൾ മാറ്റിവെച്ചു എന്നുള്ളതാ. ആരോടും എന്തും വിളിച്ചു പറയാൻ നമുക്ക് മടിയില്ലാതായി മാറിയിട്ടുണ്ട്. പ്രിയം നിറഞ്ഞ മുസ്ലിം സഹോദരങ്ങളെ, ഈ റമദാനിൽ ഏറ്റവും ഗൗരവകരമായി കൊണ്ട് നമ്മൾ ശീലിക്കേണ്ട ഗുണപാഠം എന്നുള്ളത് ലജ്ജിക്കാനാണ്. ചിലതൊക്കെ പറയാൻ നമ്മൾ ലജ്ജിക്കണം, ചിലതൊക്കെ ചെയ്യാൻ നമ്മൾ ലജ്ജിക്കണം, ചിലയിടത്ത് നോക്കാൻ നമ്മൾ ലജ്ജിക്കേണ്ടതുണ്ട്. കൃത്യമായൊരു ഡിസ്റ്റൻസ്, മറ ഈ സമൂഹത്തിൽ നമ്മൾ കീപ്പ് ചെയ്തേ മതിയാവുള്ളൂ. അതാണ് മുസ്ലിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ ലജ്ജയിൽ ഇസ്സത്തുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്നുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുന്നുണ്ട്, നമ്മളൊക്കെ കേട്ട ഹദീസാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എനിക്ക് ഉമ്മയോടാണ് എന്ന് പറഞ്ഞ ഹദീസ് നമ്മളൊക്കെ കേട്ട് പഠിച്ച ഹദീസാണ്. മഹാനായ സുലൈമാൻ അർ-റുഹൈലി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നും ജീവിച്ചിരിപ്പുള്ള മദീനയിലെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായി, എന്റെ ഉമ്മയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്, എന്റെ ഉപ്പയെയും. അവരെന്നെ ചീത്ത പറയും, അവരെന്നെ മോശം വാക്കുകൾ ഉപയോഗിച്ച് എന്നെ വേദനിപ്പിക്കാറുണ്ട്. ഷെയ്ഖ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ സുലൈമാൻ അർ-റുഹൈലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഖബ്ബിൽ റഅസ, അദ്ദേഹത്തിന്റെ മുഖത്ത് പോയി നീ ഒരു ഉമ്മ കൊടുക്ക, ഒരു ചുംബനം കൊടുക്കെന്ന് പറഞ്ഞ് അദ്ദേഹം സമാധാനിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എത്രയായാലും പണ്ഡിതന്മാര് പറയാ, ഉമ്മ ഇപ്പൊ ശിർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും, ഉമ്മ എത്ര മോശക്കാരിയാണെങ്കിലും ഉമ്മയാണ്. ബാപ്പ എത്ര മോശക്കാരനാണെങ്കിലും ബാപ്പയാണ്. ആ ബഹുമാനം നമ്മൾ വെച്ച് നീട്ടിയേ മതിയാവുള്ളൂ. ഉമ്മമാരെ അവഗണിക്കപ്പെടുന്ന,
ഉപ്പമാരെ ഉപ്പമാരും ഉമ്മമാരും അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇന്ന് പോലും നമ്മൾ കേട്ടു, ഞെട്ടിത്തെരിച്ചു പോയിട്ടുണ്ട്, പല വാർത്തകളും നമ്മൾ കേട്ടിട്ട്. ഷെയ്ഖ് റുഹൈലി ഒരിക്കൽ ഒരു കിതാബിന്റെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, അദ്ദേഹം പറയുന്നുണ്ട്, ചില പണ്ഡിതന്മാർ എങ്ങനെ പറയാറുണ്ടായിരുന്നു, ഒരു ഉമ്മാക്ക്, ഒരു ബാപ്പാക്ക് 5 മക്കളുണ്ട്. ആ 5 മക്കളിൽ ഒരു മകനോട് മാത്രമായിക്കൊണ്ട് ഉമ്മയെയും ഉപ്പയും കൂടുതൽ ആവശ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഉണ്ടാവല്ലോ ചില ഉമ്മമാരും ഉപ്പമാരോടും. ചില ഏതെങ്കിലും 5 മക്കൾ ഉണ്ടെങ്കിലും എല്ലാരോടും അല്ല, ചില മോനോട് കൂടുതൽ ആവശ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ചില മക്കൾ ചിന്തിക്കും, ഇന്നോട് മാത്രം ഉമ്മ ചോദിക്കുന്നത്, ഓരോടും ചോദിക്കട്ടെ. അങ്ങനെ ചിലർ മറുപടി പോലും പറയാറുണ്ട്. ശേഖ് പറയുകയാണ്, നമ്മളെയാണ് ഉമ്മാക്ക് ഏറ്റവും ആവശ്യമെങ്കിൽ 5 മക്കളിൽ എന്നോടാണ് എൻ്റെ ഉമ്മ കൂടുതലും ആവശ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അള്ളാഹു നിനക്ക് ഖൈർ ഉദ്ദേശിച്ചിരിക്കുന്നു സഹോദര എന്ന് ശൈഖുമാരും പണ്ഡിതന്മാരും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെയാണ് നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും ഏറ്റവും ആവശ്യമെങ്കിൽ ഏറ്റവും കൂടുതൽ പണം ചോദിക്കുന്നത് നമ്മളോടാണ്, ഏറ്റവും കൂടുതൽ സഹായം ചോദിക്കുന്നത് നമ്മളാണ്. അതിൽ വെറുപ്പുണ്ടാവേണ്ടിയില്ല. റസൂലുള്ള പറഞ്ഞു തരുന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുകയാണ്, അള്ളാഹ് നമ്മളിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും മക്കൾ ഉണ്ടായിട്ടും ഉമ്മയും ഉപ്പയും നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള സൂചനയാണെന്ന് ഒരു മക്കൾ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് ഉമ്മയോ ഉപ്പയോ നമ്മളോട് എന്തെങ്കിലും അധികം ചോദിച്ചു വെച്ച് അതിലൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് തോന്നിപ്പോവരുത്, അനിയനോടെന്താ ചോദിക്കാത്ത, ഏട്ടനോടെന്താ ചോദിക്കാത്ത, പറയണം. ഉമ്മാനോട് ഫോൺ വിളിച്ച് പറയാൻ പറ്റണം, ഉമ്മ എന്തെങ്കിലും ആവശ്യമുണ്ട് ഫസ്റ്റ് ഇന്നോട് ചോദിക്കട്ടോ എന്ന് പറയാൻ പറ്റണം. നമ്മൾക്ക് റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ. ഇവിടെയുള്ള മാതാപിതാക്കളൊക്കെ സ്വന്തം മക്കളോട് പറയാറുണ്ട്, ഉമ്മയെ സ്നേഹിക്കണം, ഉപ്പയെ ബഹുമാനിക്കണം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, ഈ പ്രായത്തിൽ ഇത്രയൊക്കെ പ്രായമായി അല്ലെങ്കിൽ സ്വന്തമായിട്ട് വരുമാനമൊക്കെ എത്തിയപ്പോ നമ്മൾ എത്രത്തോളം നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും കെയർ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി ചിന്തിക്കണം. കൃത്യമായി നമ്മൾ പ്രവാസ ലോകത്താണ്, നമ്മുടെ ഫാമിലിയുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ എത്ര ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ പറ്റിയിട്ടുണ്ട് എന്ന് കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ താബിഈങ്ങൾ കരയുമായിരുന്നു. ഉമ്മ മരിച്ച അവർ കരയും, അല്ലാഹുവേ എന്റെ സ്വർഗത്തിന്റെ വാതിൽ അടഞ്ഞു പോയല്ലോ പഠിച്ചോനെ. ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ അവർ കരയുന്ന, അല്ലാഹുവേ എന്റെ സ്വർഗത്തിന്റെ വാതിലടഞ്ഞു പോയിട്ടുണ്ടല്ലോ അല്ലാഹുവേ എന്ന് ആലോചിച്ച് സ്വഹാബികളും താബിഈങ്ങളും കരയുമായിരുന്നു എന്നുള്ളതാണ്. ഉമ്മയും ഉപ്പയും ബാബാൻ 2 വാതിലുകളാണ് ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൽ അബു ഔസതു അബ്വാബിൽ ജന്ന, ഉപ്പ എന്നുള്ളത് സ്വർഗത്തിന്റെ മധ്യകവാടമാണ്. ഉപ്പയെ നഷ്ടപ്പെട്ട പലരും ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. മനസ്സിലാക്കുക, വലിയ നഷ്ടത്തിലാണ് നിങ്ങളുള്ളത്. ഉപ്പയുള്ള ആളുകൾ വലിയ സൗഭാഗ്യത്തിലാണുള്ളത്. കാരണം ഉപ്പയും ഉമ്മയും ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, ഉമ്മയും ഉപ്പയും അവർ 2 പേരും മാത്രം മതിയാകും ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്നുള്ളതാണ്. അത്രയും വലിയ ഗൗരവമാണ് ഉമ്മ ഉപ്പ എന്നുള്ളത്. നമ്മളൊക്കെ മക്കൾ ഉപദേശിക്കും, ഉമ്മാനും ഉപ്പാനൊക്കെ ബഹുമാനിക്കണം. പക്ഷെ ആ ഉപദേശിക്കുന്ന നമ്മൾ ഉമ്മയോടും ഉപ്പയോടും നമുക്ക് ഒരുപാട് പരിമിതി ഉണ്ടാവും പ്രവാസ ലോകത്ത്. പക്ഷെ നമുക്ക് വിളിക്കാൻ പറ്റണം, ഉമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഫസ്റ്റ് എന്നോട് ചോദിക്കണേ, നിങ്ങൾക്ക് എന്താ വിഷമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ചോദിക്കാൻ പറ്റണം. വലിയ ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരെ വിളിച്ച് പൊരുത്തപ്പെടിക്കണം. നാട്ടിൽ പോയാൽ ചേർത്ത് നിർത്തി ഒരു ഉമ്മ കൊടുക്കാൻ നമുക്ക് പറ്റണം. പലരും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പല സാഹചര്യങ്ങളിലും ഉമ്മയെ തള്ളി പറയാറുണ്ട്. വളരെ ഗൗരവമാണ് വിഷയം. സ്വർഗം പോയി പോട്ടോ, എത്ര നിസ്കാരത്തയമ്പുണ്ടായിട്ടും നീളമുള്ള താടി ഉണ്ടായിട്ടും ജരിയാണിക്ക് മേലെ വസ്ത്രം ധരിച്ചാലും എത്ര തഹജ്ജുദ് നിസ്കരിച്ചാലും ഉമ്മാന്റെ തൃപ്തിയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. മഹാന്മാരെ പണ്ഡിതന്മാര് പറയുക, നമ്മൾ കാരണമെങ്ങാനും ഉമ്മയുടെ ഒരു കണ്ണുതിരി ഭൂമിയിൽ വിറ്റി വീണിട്ടുണ്ടെങ്കിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിച്ചിട്ടേ മടങ്ങുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ എന്നുള്ളത് വിഷയം ഗൗരവമാണ്. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദൗത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉമ്മയെ നോക്കുക എന്നുള്ളത്, ഉമ്മയെ ചുംബിക്കുക എന്നുള്ളത്, ഉപ്പയെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഇബാദത്താണ് സുഹൃത്തുക്കളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ, ഉപ്പാന്റെ ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനം നിർത്തിയിട്ട് ഉപ്പയുടെ ഫ്രണ്ടിനെ ആ വണ്ടിയിൽ ഇരുത്തുമായിരുന്നു. ഉപ്പ
ഉപ്പയോടുള്ള ബഹുമാനം മൂലം ഉപ്പയുടെ ഫ്രണ്ടിനെ പോലും അദ്ദേഹം ബഹുമാനിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, റസൂലല്ലാഹ് അസ്വബ്തു ദംബ, ഞാൻ വലിയൊരു പാപം ചെയ്തിട്ടുണ്ട് റസൂലെ, എനിക്ക് എന്താണ് പ്രായശ്ചിത്തം എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിന്റെ ബാപ്പയും ഉമ്മയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല. റസൂലുള്ളാഹി ചോദിച്ച ചോദ്യം എന്താ? ഞാൻ വലിയൊരു പാപം ചെയ്തു പോയിട്ടുണ്ട്, തെറ്റ് ചെയ്തു പോയി. അപ്പൊ റസൂൽ പ്രായശ്ചിത്തം പറഞ്ഞു കൊടുക്കുക, ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹിയുടെ അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പൊ റസൂൽ അടുത്ത് ചോദിച്ച ചോദ്യം എന്താ അറിയോ? ഹാല, നിന്റെ ഉമ്മാന്റെ ഏട്ടത്തി, നിന്റെ മൂത്തമ്മ ജീവിച്ചിരിപ്പുണ്ടോന്നാ. അവരോട് നന്മ ചെയ്തിട്ടെങ്കിലും നീ ആ ചെയ്ത വൻ പാപത്തിന് കഫാറത്ത്, പ്രായശ്ചിത്തം നേടിയെടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മൂത്തമ്മാക്ക് പോലും സ്ഥാനം കിട്ടിയത് ഉമ്മാക്ക് സ്ഥാനമുള്ളത് കൊണ്ടാണ്. ഉമ്മയെ പോലെ സ്ഥാനമുള്ളതാണ് നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ഏട്ടത്തിയും അനിയത്തും അളാപ്പയും മൂത്താപ്പയും എന്ന് മനസ്സിലാക്കണം. ആ സ്ഥാനത്ത് അവർക്ക് കിട്ടാൻ കാരണം എന്താ? മൂത്തമ്മാക്ക് അത്രയും സ്ഥാനം ഉണ്ടെങ്കിൽ ഉമ്മാക്ക് അത്ര സ്ഥാനമായിരിക്കും. വളരെ ഗൗരവമാണ്. ആ മാതൃക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫ് നബിയോട് പറഞ്ഞു, യൂസുഫ് നബിനെ പറ്റി പറഞ്ഞതുപോലെ ഈ ഒരു മാതൃക നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. സ്വന്തം ഉമ്മയെ, വയസ്സായ ഉമ്മയെ പൊന്നുപോലെ നോക്കി ചുംബിച്ച് കൊണ്ട് നടക്കുന്ന ഒരു ബാപ്പയായിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഖേദിച്ച് കരയേണ്ടത് കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുക. ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം നല്ലൊരു ഉമ്മയും ബാപ്പയായിട്ട്. പറയാൻ സുഖമാണ്, അവരെ വേദനിപ്പിക്കാതെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുത്ത് ജീവിക്കുക, സേവിക്കുന്നത്. പറയാനും വാത് പറയാനൊക്കെ സുഖമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായിക്കൊണ്ടും അവസാനമായിക്കൊണ്ടും പറയാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്, അന്നാർ വത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് നരകം. അതിനെ മുസ്ലിമീങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നല്ലവരായ അടിമകളെ കുറിച്ച് അല്ലാഹു പറയാ, അല്ലദീന യഖൂലൂന റബ്ബന, അല്ലാഹുവേ റബ്ബേ, ഇദനാ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തിരണേ, ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ, വഖിനാ അദാബന്ന, ഞങ്ങളെ നരകത്തെ തൊട്ട് നീ കാക്കണേ എന്ന്. നരകം ഗൗരവമാണ് സുഹൃത്തുക്കളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല, റമദാനിന്റെ എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ചില ആളുകളെ മോചിപ്പിക്കുന്നതാണ്. ചില ആളുകളെ എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ചില ആൾക്കാർ അല്ലാഹു മോചനം നൽകുമെന്നുള്ളതാണ്. അത്രയും ഗൗരവകരമായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാളുടെ ശരീരത്തിന് വലുപ്പം വെക്കും. ഒരു മക്കയുടെയും മദീനയുടെയും ഇടയിൽ എത്ര ദൈർഘ്യമുണ്ടോ അത്രയും വലുപ്പത്തിൽ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്ന. എന്തിനു വേണ്ടി അറിയാം? നരകത്തിലെ ശിക്ഷ അത്രയും അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട്. അത് കാഫിരീങ്ങൾക്കുള്ളതാണ്. പക്ഷെ പറയാ, വത്തഖുന്നാർ, ആ നരകത്തെ, ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, ആ കുടുംബീകരമായ ആ നരകത്തെ, കാഫിരീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. സൂറത്തുൽ ബഖറ അല്ലാഹു പറയാ, ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുന്നാർ അല്ലതി വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ, കല്ലും മനുഷ്യരും ഇന്ധനമാക്കപ്പെടുന്ന ആ നരകത്തെ അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നരകം വിഷയം ഗൗരവമാണ്. നമ്മളെപ്പോഴും ആലോചിച്ചിട്ടില്ല ശരിക്കും. ഇതൊക്കെ പറഞ്ഞു വെച്ചത് ആലോചിക്കാൻ, റമളാൻ എന്നുള്ളത് നമുക്ക് ആലോചിക്കാനുള്ളതാണ്. നരകത്തെ പറ്റി നമ്മൾ ആലോചിക്കണം. ഒന്നും ഒരു പാപവും ചെയ്യാത്ത റസൂലുള്ളാഹി പോലും പരലോകത്തെ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാം കൊണ്ടും റെഡിയായ സ്വർഗം ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു പോലും നരകത്തെ ആലോചിച്ചിട്ടും സ്വർഗത്തെ ആലോചിച്ചിട്ടും കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ നോക്കുമ്പോ കരയുമായിരുന്നു. അവരൊക്കെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോയില്ല, നമ്മൾ ജനിച്ചു പോയില്ല, ആത്മഹത്യ ചെയ്യാൻ കഴിയില്ലല്ലോ. ഈ ജീവിതത്തിൽ ഒളിച്ചോടൽ ഇനി സാധ്യമല്ല. സ്വർഗം നേടിയേ മതിയാവുള്ളൂ. സ്വർഗം ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നരക. അത് നമുക്ക് പറ്റൂലല്ലോ. നമ്മൾ ആത്മാർത്ഥമായി സ്വർഗം ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ. എത്രത്തോളം ജീവിതത്തിൽ നമ്മൾ ദീനിന് പ്രാധാന്യം കൊടുത്തിട്ടെന്ന് ആലോചിക്കണം. മുസ്ലിമായി ജീവിക്കുക, മുസ്ലിമായി ജീവിക്കുന്നുണ്ട്. പക്ഷെ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അഭിമാന പുരസ്സരം ഞാൻ മുസ്ലിമാണ്, അല്ലാഹ് അഭിമാന പുരസ്സരം ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ എത്ര പേർക്ക് ഇത്രയും കാലം നടന്നിട്ട് പറ്റിയിട്ടുണ്ട്? ഇവിടെ അൽഹംദുലില്ലാഹ് ഒരുപാട് ആൾക്കാർ വന്നു. പക്ഷേ ഇവിടെ ആഴ്ചയിൽ QHLS നടക്കാറുണ്ട്, ഖുർആൻ ക്ലാസ് നടക്കാറുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പല പല വിജ്ഞാന സദസ്സുകളും നടക്കാറുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ കാരണം പറയാറുള്ളത് എന്താ? അല്ലെ, കച്ചവടമാണ്,
തിരക്കാണെന്ന് പറയും. ശരിക്കും ആലോചിച്ച് നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ അബൂ ദർ അൽ ഗഫാരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തിനാ കച്ചവടം ഒഴിവാക്കി? അദ്ദേഹം വലിയ ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം മുസ്ലിം ആയതിനു ശേഷം അദ്ദേഹം കച്ചവടം ഒഴിവാക്കിയെന്ന്. അപ്പൊ ചില സ്വഹാബികൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കച്ചവടം ഒഴിവാക്കിയെന്ന് ചോദിച്ചു. അപ്പൊ ആ സ്വഹാബി തിരിച്ച് മറുപടി പറഞ്ഞു, ഞാൻ അള്ളാഹു ഹലാലാക്കിയ കച്ചവടത്തെ ഹറാമാക്കിയതല്ല, മറിച്ച് തിജാറത്തുൻ തുൽഹീഹിം, ആ കച്ചവടം എന്നെ അള്ളാഹുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് അകറ്റുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് എന്റെ ദുനിയാവിന്റെ സുഖങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ കച്ചവടത്തെ ഒഴിവാക്കിയത്. അതിന് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, റബ്ബിനെ തൊട്ട് അശ്രദ്ധയിലായി പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് എന്ന് സ്വഹാബികൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്വഹാബികൾ കടന്നുപോയ സ്വർഗത്തിലേക്കാണ് നമുക്ക് കടന്നു പോവേണ്ടതുണ്ട് എങ്കിൽ നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആവണം. ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയം. അള്ളാഹിന്റെ അടുത്ത് നമുക്കറിയാം, നമ്മൾ ശരിക്കും ആലോചിക്കും, അള്ളാഹിന്റെ അടുത്ത് നമ്മൾ പോയി നിൽക്കും, ഉറപ്പാണ്. ഈമാൻ കാര്യത്തിൽ നമ്മൾ 5ാമതായി പഠിച്ചോന്റെ മുന്നിൽ നിൽക്കണം എന്നുള്ളത്, പരലോകത്ത് പോകണം എന്നുള്ളത്. പക്ഷെ എത്രത്തോളം ആൾക്കാർ ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, പഠിച്ചോന്റെ മുന്നിൽ പോയി നിങ്ങൾക്ക് എന്ത് പറയാണ്ട്? നമ്മൾ ഈ പറഞ്ഞ വർത്താനം അല്ലെ, ആരെങ്കിലും ക്ലാസ്സിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിക ചർച്ചയ്ക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ പലരും പറയാനുള്ള വർത്താനം എന്താ അല്ലെ, തർക്കത്തിനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല, ഞാൻ 5 നിസ്കരിച്ച് ഇങ്ങനെ പോകും, പഠിക്കാനൊന്നും എനിക്ക് നേരമില്ല, പഠിക്കാൻ നേരമില്ല എന്ന് ചില ആൾക്കാർ പറയാം അല്ലെ. എന്തിനാ ക്ഷണിക്കുന്നത്? കല്യാണത്തിനല്ലേ ക്ഷണിച്ചു, പഠിച്ചോന്റെ ദീൻ പഠിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചോന്റെ മുഖത്ത് നോക്കി നാളെ പരലോകത്ത് പറയാൻ പറ്റും. അത്ര ധൈര്യമുള്ള അത്ര ആൾക്കാരുടെ ഈ സദസ്സിൽ അള്ളാന്റെ ദീനിക്ക് പഠിക്കാൻ നേരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ധനവും മക്കളും അള്ളാന്റെ അലങ്കാരമാണ്, അള്ളാഹ് തരുന്ന അലങ്കാരവും, വൽ ഫിത്ന, പരീക്ഷണവും. അപ്പൊ മക്കളുണ്ട് എന്നതിന്റെ പേരിൽ ക്ലാസ്സുകളിൽ നിന്നും ദീനീ സദസ്സിൽ നിന്നും വിട്ടുനിൽക്കുന്ന മാതാപിതാക്കളോട് അള്ളാഹ് തരുന്ന ഹദർ, താക്കീതാണ്. മക്കള് പരീക്ഷണമാണ്, അതിനെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം. സമ്പത്തും പരീക്ഷണാണ്, ജോലിയും പരീക്ഷണാണ്. ഇതൊന്നും നമ്മളൊക്കെ ടാർജറ്റ് മാറിപ്പോയിട്ടുണ്ട് അല്ലെ. നമ്മളൊക്കെ ജീവിക്കുന്ന ഒരുപാട് അസറ്റ് ഉണ്ടാക്കാനാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അസറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് നല്ലൊരു ആബിദായി മാറാനാണ്. നമ്മളെ ആബിദിൽ നിന്ന് മാറ്റുന്നത്, നമ്മളെ നല്ലൊരു നിസ്കാരക്കാരനിൽ നിന്ന് മാറ്റുന്നത്, അള്ളാന്റെ ദീന് പഠിക്കുന്നതിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്നത് നമ്മുടെ അസറ്റുകളാണ്, നമ്മൾ ടാർജറ്റുകളാണ്, നമ്മുടെ ജോലിയാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജോലിയെ പഠിപ്പിച്ചു തന്നത്, ജോലി എന്തിനാ പഠിപ്പിച്ചെന്ന് അറിയോ? നല്ല രീതിയിൽ റാഹത്തായിട്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എത്ര പേര് ആലോചിച്ചു, നമ്മളൊന്നും ആലോചിച്ചു, അള്ളാന്റെ റസൂല് പാപമോചനം ഒരുപാട് കിട്ടും എന്ന് പറഞ്ഞ സദസ്സ്, മലക്കുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞ സദസ്സ്, സ്വർഗത്തിലെ തോട്ടമാണെന്ന് പണ്ഡിതന്മാരെ വിശേഷിപ്പിച്ച ഒരുപാട് ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമായി ഈ സദസ്സിൽ നമുക്കൊക്കെ ഇരിക്കാനും മടിയാ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു സദസ്സിൽ വന്നിരിക്കാൻ പോലും നമുക്ക് മനസ്സില്ലെങ്കിൽ നമ്മുടെ ഈമാന്റെ അവസ്ഥ എന്താ? ഇത്രയും റമദാന് കഴിഞ്ഞുപോയി, ഈ റമദാന് കൊണ്ടൊക്കെ നമ്മൾ എന്ത് നേടിയിട്ടുണ്ട്? അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, ഈ കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് റമദാനിൽ പോലും ഖുർആൻ പാരായണം മാറ്റി വെക്കുന്ന സുഹൃത്തുക്കളെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുക, ആലോചിക്കുക. നമ്മളൊക്കെ നരകത്തിന്റെ വിറക് കൊള്ളികൾ ആയി മാറിയിട്ടുണ്ടോ എന്നുള്ളത്. ചില ആൾക്കാരൊന്നും നരകത്തിലേക്ക് മാറ്റി വിട്ടല്ലോ. എത്രയൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചാലും ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, പഠിച്ചോനെ നരകം എനിക്ക് വേണ്ടട്ടോ. നമ്മൾ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത്? എന്താണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്? അള്ളാന്റെ മുന്നിൽ പറയാൻ പറ്റില്ല ഇക്കാരണമൊന്നും. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒരു ലജ്ജയുമില്ലാതെ നമ്മൾ പറഞ്ഞു വെക്കുന്ന കാരണങ്ങൾ അള്ളാന്റെ മുന്നിൽ പറഞ്ഞു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗൗരവത്തിൽ പറയാനുള്ളത്, ചില ദിവസമൊക്കെ കച്ചവടം മാറ്റി നിർത്തിയാലും സാരമില്ല. ചില ദിവസമൊക്കെ നമ്മൾക്ക് ലീവ് എടുത്തിട്ട് ദീൻ പഠിക്കുക. ഇന്നോ നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈകളിൽ എന്തുണ്ട് സുഹൃത്തുക്കളെ? നമ്മൾ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? ആലോചിക്കുക, ഗൗരവപൂർവ്വം ആലോചിക്കുക. ഏത് സംഘടനയിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഏത് ആശയത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഒറ്റ സ്വർഗത്തിലല്ലേ നമുക്ക് കയറേണ്ടത്. ഒറ്റ റസൂലുള്ളല്ലേ നമ്മളെ നേതാവ്. ആ റസൂലുള്ളാഹിനെ കുറിച്ച് നമ്മൾ എന്തു പഠിച്ചു? ആ റസൂലുള്ളാഹിനെ വിമർശിക്കുന്ന ആളുകൾ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്ത് വരുമ്പോ അവർക്കെതിരെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? റസൂലുള്ളാഹിനെ വരുമ്പോൾ ഇഖ്ലാസ് നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. പക്ഷെ റസൂലിനോടൊക്കെ എന്ത് ഇഷ്ടം നമുക്കുള്ളത്? റസൂലുള്ളാഹിനെ ആൾക്കാർ കളിയാക്കുന്ന നിങ്ങൾ കേൾക്കുന്നില്ലേ? റസൂലുള്ളാഹിനെ ആൾക്കാർ കുറ്റപ്പെടുന്നില്ലേ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശകർ കൊന്നു തിന്നുകയാണ്. എത്ര പേര് റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരാളുടെ മുന്നിലെങ്കിലും ശബ്ദിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവന തുല്യം, ജീവനേക്കാളും സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹിന്റെ പേരിൽ ശിർക്കാക്കുക എന്നുള്ളത്,
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അതീവ ഗൗരവകരമായ ആശയങ്ങൾ നാട്ടിൽ നടമാടുമ്പോഴും അള്ളാഹുവിന് മാത്രം വെച്ചു കൊടുക്കേണ്ട വിശേഷണങ്ങൾ ആളുകൾ അല്ലാത്ത ആളുകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ആ ചർച്ചയിൽ നിന്നൊക്കെ മാറിക്കും. എന്താ പറയാ, തർക്കത്തിന് താല്പര്യമില്ല, ഞാൻ 5 നിസ്കരിച്ച് ഇങ്ങനെ ജീവിച്ചോളാം, സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ആളുകൾ വിവാദമാക്കുന്നതിനനുസരിച്ച് നമ്മൾ ദീനിന്ന് വിട്ടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട വിശേഷണങ്ങൾ അതാരുടെ മുഖത്ത് നോക്കിയും ധൈര്യപൂർവം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അള്ളാന്റെ ദീന് താട്ടോ അത് കുട്ടികളെ കളിക്കാനുള്ളതല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓരോ ആൾക്കാർക്ക് മുസ്ലിമാണോ ഓനിക്ക് ഓരോരുത്തർക്ക് തോന്നിയ പോലെ ജീവിക്കാൻ അള്ളാഹ് അധികാരം കൊടുത്തിട്ടില്ല. ഒറ്റ ആശയമുണ്ട്, ഒരേ ആശയ സ്വർഗത്തിൽ പോവുള്ളൂ. ഒരേ ഒരു ആശയപ്രകാരം ജീവിച്ചാലേ സ്വർഗത്തിൽ പോവുള്ളൂ. അത് നമ്മൾ തേടി പിടിക്കണം. എപ്പോഴാ മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പഠിച്ചെടുക്കുക ഏതാണ് ശരി എന്നുള്ളത്. ഇപ്പോഴും പൂർണ്ണമായും 100% ശരിയുള്ള ആദർശം ഇപ്പോഴും ദുനിയാവിൽ ഭദ്രമാണ്. അത് പഠിച്ചെടുക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, അത് സ്വായത്തമാക്കുക. അള്ളാന്റെ ദീൻ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഒരു പെണ്ണ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്താ കാരണം? അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഇൽമ അദ്ദേഹം എഴുതി വെക്കാനായിരുന്നു. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നമ്മൾ ഒന്നാമതായിക്കൊണ്ടും രണ്ടാമതായിക്കൊണ്ടും മൂന്നാമതായിക്കൊണ്ടും നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ ഗുണപാഠെന്നുള്ളത് അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്ന സദസ്സാണോ, റസൂലുള്ളാഹിയെ കുറിച്ച് പറയപ്പെടുന്ന സദസ്സാണോ, അവിടെ ഒരു മടിയും കൂടാതെ പോയിരിക്കുവാൻ ആർജവം കാണിക്കണം. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും അത് ഷെഡ്യൂൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം, ആലോചിക്കണം. അള്ളാഹിനെ കുറിച്ചുള്ള പേടി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്ന പല ആക്ഷേപങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് അള്ളാഹുവിനെ പേടിക്കുന്ന അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു മുഅ്മിനായിക്കൊണ്ട് ഒരു മുഅ്മിനത്തായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. അള്ളാഹിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ട് അങ്ങനെ തന്നെ ഷഹീദായിക്കൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ സ്വർഗത്തിലേക്ക് ഇതേപോലെ ഒരുമിച്ച് കടക്കുവാനും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്ന് നിൽക്കുവാനുമുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.